ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന 6 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഓക്കെ, അപ്പം ഈ സെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന ഫസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സംഖ്യ ഏതായിരിക്കും? സെക്കൻഡ് സംഖ്യ എന്താ? ഈ LCM × 2 ചെയ്യുക. അപ്പോൾ LCM ഒരു സംഖ്യ കിട്ടുള്ളൂ. LCM കിട്ടിയ സംഖ്യ ഞാൻ x എന്ന് വിളിച്ചാൽ 2x കണ്ടുപിടിക്കുക +2 ചെയ്യുക. സോ അത് സെക്കൻഡ് സംഖ്യ ആയിരിക്കും. 3x + 2 ചെയ്യുക, അത് തേർഡ് സംഖ്യ ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു രീതി പോകുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യകളുടെ LCM +2, LCMന്റെ ഇരട്ടി +2, LCMന്റെ 3, LCMന്റെ ടേബിൾ അല്ലാത്ത LCMന്റെ ടേബിൾ അല്ല നമ്മുടെ ഉത്തരം. LCMന്റെ ടേബിളിൽ നിന്ന് എല്ലാ സംഖ്യകളും 2 കൂട്ടുന്നത് വെച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 4 ഈ സെറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? LCM കണ്ടുപിടിക്കാം. നമ്മൾ LCM കണ്ടുപിടിക്കാൻ എളുപ്പവഴി കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക, അതിൻ്റെ മൾട്ടിപ്പിൾസ് ട്രയൽ ആൻഡ് എറർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഫസ്റ്റ് നമ്മൾ 15 എടുത്തു. 15 കൊടുത്ത് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. 15 × 2 30 വെച്ച് പറ്റത്തില്ല. 15 × 3 45 വെച്ച് നോക്കുമ്പോഴത്തേക്കും പറ്റത്തില്ല. 15 × 4 60 ആണ്. സോ 15 × 4 ആയതുകൊണ്ട് തന്നെ 15 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. ഓക്കെ, 60 ആയതുകൊണ്ട് 10 കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. പിന്നെ 60 ആണല്ലോ 6, സോ അതുകൊണ്ട് തന്നെ 6 കൊണ്ടും പറ്റും. കാരണം 60 ആണ് നമ്മുടെ LCM നമ്മൾ കണ്ടുപിടിച്ചു. ലീസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലീസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ, അതായത് ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ, ഏറ്റവും വലുതാണെങ്കിൽ എത്ര ആവും? 3 9 വരും അല്ലേ? ഇതിൽ ലാർജസ്റ്റ് 6 ഡിജിറ്റ്. പക്ഷേ ലീസ്റ്റ് 6 ഡിജിറ്റ് ചെയ്താൽ തുടങ്ങുന്ന തന്നെ നമുക്കറിയാം 1 ലക്ഷത്തിലാണ്. അപ്പോൾ 1 ലക്ഷം ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ലീസ്റ്റ് 6 ഡിജിറ്റ്. അപ്പോൾ ലീസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ നമ്മുടെ ഉത്തരം എന്തായാലും 60ൻ്റെ ഒരു മൾട്ടിപ്പിളും +2 ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം 1 ലക്ഷം 60ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. അപ്പോൾ 1 ലക്ഷത്തിന് ഞാൻ 60 വെച്ച് ചെയ്യുകയാണ്. സോ 0 വരുന്നു, 6 60 360, വീണ്ടും 40, ഈ 0 വരുന്നു, 6 60 360 40 തന്നെ ഈ 0 വരുന്നു, 6 60 360 40. സോ റിമൈൻഡർ 40 നിൽക്കുക. ഇതിനർത്ഥം എന്താ? 1666 × 60 + 40, ഇതാണ് നമ്മുടെ സംഖ്യ. അതായത് 60ന് ഒരു സംഖ്യ ഉണ്ട്. അതിങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു y എന്ന് കൊടുക്കുക. അപ്പോൾ 60y + 40. നമുക്കറിയാലോ ഈ 1 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 40 കുറച്ചാൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് പോകും, ഒരു 5 ഡിജിറ്റ് നമ്പറിലോട്ട് പോകും. സോ അത് ഉറപ്പായിട്ടും ഒരു 16ൻ്റെ എന്തായിരിക്കും? ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 60ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും 40 കുറച്ച്. പക്ഷേ നമുക്ക് എന്താ വേണ്ടത്? 6 ഡിജിറ്റിലെ ലീസ്റ്റ് നമ്പർ. സോ 1 ലക്ഷം അല്ല, അപ്പോൾ 1 ലക്ഷം കഴിഞ്ഞിട്ട് വരുന്ന ഏതൊരു നമ്പർ അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ 40നെയും കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും എന്താക്കണം? 60നെ മൾട്ടിപ്പിൾ ആക്കണം. അതായത് 40നെയും നമ്മൾ എന്തെങ്കിലും ഈ സംഖ്യ 40നെയും കൂടെ നമ്മളിപ്പോൾ ഇതൊരു സംഖ്യയല്ലേ, 60y + 40, അഥവാ ഈ 1666 × 60 + 40 = എന്താ? ഇതല്ലേ 1 ലക്ഷം. സോ 1 ലക്ഷത്തിൽ എന്തോ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം? ഇതിനെ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 60 ആക്കണം. സോ അതിന് വേണ്ടി നമുക്കിപ്പോൾ 40 എക്സ്ട്രാ വന്നിരിക്കുന്നത്. അപ്പം 40 എക്സ്ട്രാ വന്നിരിക്കുക. അതിന് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്താൽ നമുക്ക് 60 കിട്ടണം. സോ എക്സ് എന്ത് കിട്ടും? 60/40, അതായത് 20 ആഡ് ചെയ്ത് 20 കിട്ടിയുണ്ടോ? 20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1,20,000 കറക്റ്റ്ലി 60 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 1,20,000 കറക്റ്റ്ലി എന്താണ്? 60 കൊണ്ട് ഡിവിസിബിൾ ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? 6 ഡിജിറ്റ് നമ്പർ, അതായത് ഇവരെ 3 പേരെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആ നമ്പർ +2. സോ ഇത് +2 അതായിരിക്കും നമ്മുടെ ഉത്തരം. സോ 1,22,000 ആണ് നമ്മുടെ ഉത്തരം. സോ നമ്മുടെ വെച്ചിരിക്കുന്ന സം ഓഫ് ഡിജിറ്റാണ്. നമുക്ക് 2 2 4 5. സോ 5 ആണ് നമ്മുടെ ഉത്തരം. സംഖ്യ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു സംഖ്യ കണ്ടുപിടിക്കുക. ആ സംഖ്യയെ 21 കൊണ്ടും 36 കൊണ്ടും 66 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ അതിനകത്ത് എന്താ? ആ സംഖ്യ എന്ന് പറയുന്നത് ഒരു LCM ആണ്. സോ എങ്ങനെ LCM കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആ സംഖ്യ LCM ആണ്. LCM എങ്ങനെ കണ്ടുപിടിക്കും? LCM നമ്മൾ സാധാരണ രീതിയിൽ ചെയ്ത് നോക്കുക. കാരണം ഇവിടെ നമുക്ക് ഹയസ്റ്റ് സംഖ്യ 66 ആണ്. 66 മൾട്ടിപ്പിൾ വെച്ച് ട്രയൽ ആൻഡ് എറർ ചെയ്യാം. പക്ഷേ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നു. സോ എഴുതി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് 2772 വരുന്നു. സോ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനർത്ഥം ഈ നമ്പറിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നതായിരിക്കും പ്ലസ് അത് ഏതെങ്കിലും ഒരു നമ്പറിനെ 2 വട്ടം മൾട്ടിപ്പിൾ, അതായത് ഏതോ ഒരു നമ്പറിനെ 2 വട്ടം ഗുണിക്കുന്നതിൻ്റെ ഉത്തരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ 2772 മൾട്ടിപ്പിളാണ്. 2772 ഈ സംഖ്യയല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഓർഡറിൽ എഴുതിയാൽ 3 × 2 × 7 ഇൻറ്റു എല്ലാം പ്രൈം നമ്പറിൽ എഴുതാം. അപ്പോൾ 6 നമുക്ക് 2 × 3 എഴുതാം ഇൻറ്റു 11. സോ 2 ഒരുമിച്ച് എഴുതുമ്പോൾ 2ൻ്റെ സ്ക്വയർ, 3 എഴുതും 3ൻ്റെ സ്ക്വയർ ഇൻറ്റു 7 ഇൻറ്റു 11. സോ ഇതിനകത്ത് എന്താ? ഇത് ഒന്നാമത്തെ സംഖ്യ. സോ ഇവിടെ 2 കൊടുത്താൽ ആ സംഖ്യയുടെ രണ്ടാമത്തത് 3. അതായത് നമുക്കറിയാം LCM കഴിഞ്ഞ് വരുന്ന LCM എന്നുള്ള ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ്. സോ ഇതിന് സെക്കൻഡ് സംഖ്യയിലും ഇതിൻ്റെ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് സംഖ്യ എടുത്താലും ഇവരുകൊണ്ട് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും. തേർഡ് മൾട്ടിപ്പിൾ എടുത്താൽ ഫോർത്ത് മൾട്ടിപ്പിൾ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഏതോ ഒരു മൾട്ടിപ്പിൾ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമ്മുടെ അതാണ് ചോദ്യം. സോ നമ്മൾ നോക്കുക ഇവിടെ 1 2 3 4 നമ്മൾ അങ്ങനെ ഒന്നും കൊടുത്താൽ ഈ സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കും, നമ്മളിവിടെ 77 ആണ് കൊടുക്കുന്നെങ്കിലോ, അതായത് 11 × 7. അപ്പോൾ ഈ സംഖ്യ ഉള്ളിലോട്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് 2 സ്ക്വയർ ആവും, 3 സ്ക്വയർ ആവും, 7ൻ്റെ സ്ക്വയർ ആവും, 11ൻ്റെ സ്ക്വയർ ആവും. അപ്പോൾ അതിനർത്ഥം 2 × 3 × 7 × 11 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാവും ഈ സംഖ്യയുടെ 77ാമത്തെ മൾട്ടിപ്പിൾ, അഥവാ ഈ സ്ക്വയർ ഇല്ലാതെ കിടക്കുന്ന ആ സംഖ്യകൾ അതെന്താണോ അതങ്ങനെ ഇവിടെ ചിന്തിക്കാം. സോ 77ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ചെയ്ത് കിട്ടുന്ന സംഖ്യ ഏതോ ഒരു സംഖ്യ, അതായത് ഈ 2 × 3 × 7 × 11 എന്ന് പറയുന്ന സംഖ്യയുടെ ആ സംഖ്യ ഇൻറ്റു ആ സംഖ്യ, അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ 2772നെ ഇൻറ്റു 77 ചെയ്യുക. സോ നമ്മൾ ചെയ്യുമ്പം സോ ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഇത് മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എമംഗ് ഹോം, അതായത് ക്വസ്റ്റൻ ഇങ്ങനെയാണ് പറയുന്നത്, 1001 പേനയുണ്ട്, അത് കണക്ക് തന്നെ 910 പെൻസ്
ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത് 1001 പേനയും ഉണ്ട് 910 പെൻസിലും ഉണ്ട്. സോ ഈ 1001 പേനയും 910 പെൻസിലും ടീച്ചർ കൊണ്ടുവരാണ്. ടീച്ചർ ഈക്വൽ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മുടെ തന്നിട്ട് പറഞ്ഞു കുറച്ച് പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എത്ര പിള്ളേരുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആൻസർ HCF ആണ്. അത് എങ്ങനെ വന്നു ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ HCF കണ്ടുപിടിക്കുക. അതായത് 1001 910 കൂടെ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ പോലെ കോമൺ ആയിട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും HCF എന്ത് വരും അറിയാലോ, ഇവിടെ വരുന്നതായിരിക്കും HCF. സോ അവസാനം 2 കോപ്രൈം നമ്പേഴ്സിന് വന്ന് നിൽക്കും. ഓക്കെ, ഒരു എക്സും വൈകുന്ന കോപ്രൈം നമ്പേഴ്സിന് വിളിച്ചാൽ ഇവിടെ HCF ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 91 വരും. സോ ഓക്കെ, 91 വരുമല്ലോ. അപ്പോൾ അതിനർത്ഥം ഫസ്റ്റ് സംഖ്യ എനിക്ക് ഇവിടുത്തെ കോപ്രൈം എത്ര ആയിരിക്കും? അതായത് ചെയ്യുമ്പോൾ കോപ്രൈം ഇവിടെ അവസാനം വരുന്ന കോപ്രൈമുകൾ എന്ന് പറയുന്നത് 1 11 10 ആണ്. ഓക്കെ, 11 10 ആണ്. 1001 11 ഇതിൻ്റെ 10 ആണ് കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് കോപ്രൈം നമ്പേഴ്സ് അറിയാം, HCF അറിയാം. സോ ഫസ്റ്റ് നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? സോ 1001 നമുക്ക് 91 × 11 എന്ന് എഴുതാം. സിമിലർലി 910 നമുക്ക് 91 × 10 എന്ന് എഴുതാം. സോ ഇതിനർത്ഥം എന്താ? 91 11കളുണ്ട്, അഥവാ 91 10കളുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? 91 പേരുണ്ടെങ്കിൽ 11 എണ്ണം വെച്ച് നമുക്ക് കൊടുത്താൽ ഇത് തീരും. സിമിലർലി 91 പേരുണ്ടെങ്കിൽ 10 എണ്ണം വെച്ച് കൊടുത്താൽ ഇതും തീരും. അപ്പം 91 ഉണ്ടെങ്കിൽ 11 വെച്ച് കൊടുത്താൽ ഈ പേനയുടെ കേസ് കഴിഞ്ഞു. സിമിലർലി 91 ഉണ്ടെങ്കിൽ 10 വെച്ച് കൊടുത്താൽ ഇതും തീർന്നു. സോ അതിനർത്ഥം 91 കുട്ടികൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈക്വലി ഡിവൈഡ് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ മൊത്തം അപ്പോൾ ഒരു കുട്ടിക്ക് എത്ര കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൗ മെനി പെൻസ് വൺ സ്റ്റുഡൻറ്റ് ഗെറ്റ്സ്, ഒരു സ്റ്റുഡൻറ്റ് എത്ര പേര് കിട്ടുന്നു എങ്ങനെ മനസ്സിലാക്കാം? സോ ഒരു ഇതിന് മൊത്തത്തിൽ എത്ര കിട്ടുന്നു അങ്ങനെ ഒരു ക്വസ്റ്റൻ നമ്മൾ ചോദിക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റിന് മൊത്തത്തിൽ എത്ര കിട്ടുന്നു? സോ ഒരു സ്റ്റുഡൻറ്റിന് 11 ഇതെന്താണ്? ഇത് പെന്നാണ്, ഇത് പെൻസിലാണ്. സോ അതിനർത്ഥം ഒരു സ്റ്റുഡൻറ്റിന് 11 പേരെയും 10 പെൻസിൽ. അത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഒരാൾക്ക് 21 വെച്ചിട്ട് അങ്ങനെ 91 പേരുണ്ട്. 91ാമത്തെ ക്വസ്റ്റിന് 21. അങ്ങനെ 91 തവണ 21 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 19 11. മൊത്തത്തിൽ 19 11. ഓക്കെ, സിമിലർലി നമ്മുടെ ഇപ്പോൾ 1001 910 എത്ര? അതും 19 വരുന്നത്. അത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ HCF കണ്ടുപിടിക്കാനാണ്. ഇത് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളിത് ചെയ്യുക, HCF ചെയ്യുക. അപ്പോൾ നമുക്ക് കോപ്രൈം നമ്പേഴ്സും കിട്ടും, HCF കിട്ടും. നമുക്കറിയാം ഓരോ നമ്പറിനെയും നമുക്ക് HCF × ഒരു പർട്ടിക്കുലർ നമ്പർ എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇവിടുത്തെ കോപ്രൈം അറിയാവുന്നതുകൊണ്ട് 91 × 11 91 × 10 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ 91 തവണ 11 കൊടുത്താൽ ഇത് തീരും. അതിനകത്ത് 91 ഉണ്ടെങ്കിൽ, അതായത് 91 എന്തോ ഉണ്ടെങ്കിൽ 10 വെച്ച് കൊടുത്താൽ ഇതും തീരും. സോ 91 ഉണ്ടെങ്കിൽ 11 വെച്ച് കൊടുത്താൽ ഇത് തീരും. 91 ഉണ്ടെങ്കിൽ 10 വെച്ച് കൊടുത്താൽ ഇത് തീരും. സോ 91 പേരുണ്ടെങ്കിൽ ഇത് രണ്ടും തുല്യമായി കൊടുത്ത് തീർക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് പിള്ളേരുടെ എണ്ണം എത്ര? 91. ഓക്കെ.